നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ മഹിമ കരയുന്ന കണ്ടപ്പോഴേ വല്ലാത്തൊരു വിഷമം. അയ്യടാ, അപ്പൊ നിനക്ക് അവളോട് പ്രേമാണല്ലേ? അപ്പൊ ചേച്ചി നിനക്കും അനിയത്തീവനും. ഇനി എന്റെ കാര്യം എന്താവോ? നിനക്ക് പറ്റിയൊരുത്തിയെ ഞങ്ങള് കണ്ടുപിടിച്ചുതരാം. എടാ, എനിക്കൊരു സംശയം. നമ്മൾ വരച്ച കാർട്ടൂണില് ഗിരിയേട്ടനും ഉണ്ടായിരുന്നല്ലോ. ഇനി അതിന്റെ ദേഷ്യം തീർക്കാൻ അയാൾ നമ്മളെ തേടി ഇറങ്ങോ? ഏയ്, നമ്മളെ ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചെന്ന് ആർക്കും അറിയില്ലല്ലോ. എടാ, നമ്മൾ ബാറിൽ പോയപ്പോഴേ ഞാൻ ഗോപാൽജിയോട് ഇതിനെപ്പറ്റി ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. ഗോപാൽജി ഗിരിയേട്ടനോട് പറയോ? ഗിരിയേട്ടൻ അറിഞ്ഞു കാണില്ല. എടാ, ഗിരിയേട്ടൻ അറിഞ്ഞു. ഓടിക്കോടാ, ഓടിക്കോടാ. പറഞ്ഞത് നാളെ തന്നെ നീയൊക്കെ എഴുതിയ വൃത്തികേടുകളൊക്കെ പെയിന്റ് ചെയ്ത് വൃത്തിയാക്കിക്കോണം. ഇനി ഈ നാട്ടിൽ എവിടെയെങ്കിലും ഇമാതിരി കാർട്ടൂണോ പോസ്റ്ററോ പ്രത്യക്ഷപ്പെട്ടാൽ അതാരാ വരച്ചതെന്നൊന്നും അന്വേഷിച്ച് ഞാൻ വെറുതെ സമയം കളയില്ല. ഞാൻ നേരെ നിങ്ങളെ വന്നങ്ങ് തല്ലും. മനസ്സിലായടാ? മനസ്സിലായി. ഇനി നാട്ടിൽ ഒരു പോസ്റ്റർ പോലും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം ഗിരിയേട്ടാ. മോളും മഹിമയുടെ കൂടെ പോവാണോ? അതെ അമ്മാവ. ഇവളുടെ പരാതിയില് പ്രിൻസിപ്പൽ ഒരു നടപടി എടുക്കാതിരിക്കുന്നത് തെറ്റല്ലേ? അതങ്ങനെ ചോദിക്കാതെ പറ്റില്ല. വേണമെങ്കിൽ അമ്മാവനും കൂടെ വരാം. നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. കണ്ട പെണ്ണ് കേസിനൊക്കെ വേണ്ടി സംസാരിക്കാൻ പോകാൻ നിങ്ങക്ക് നാണയില്ലേ മനുഷ്യ? നമുക്കൊരു പെങ്കൊച്ചുള്ളതാ. ഇവക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ പോയിട്ടെ അവൾക്കും കൂടെ ചീത്തപ്പേരുണ്ടാക്കി വെക്കണ്ട. അമ്മാവൻ വരണമെന്നില്ല. പ്രിൻസിപ്പലിനോട് ഞാൻ സംസാരിച്ചോളാം. വാ മോളെ. ഇദ്ദേഹം ഞങ്ങളുടെ കോച്ചിങ് സെന്ററിന്റെ പ്രിൻസിപ്പള്. നമസ്കാരം സർ. നമസ്കാരം. അകത്തേക്ക് വരൂ സാർ. ഇരിക്കു സാർ. ഇരിക്കുന്നില്ല, എനിക്ക് ഉടനെ പോണം. കഴിഞ്ഞ ദിവസം കോച്ചിങ് സെന്ററിൽ വെച്ച് നടന്ന പ്രശ്നത്തെക്കുറിച്ച് മഹിമ പറഞ്ഞു കാണുക. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് സാറിനെ കാണാൻ ഇറങ്ങിയതായിരുന്നു. അതിന്റെ ആവശ്യമില്ല. ഇന്നലെ മഹിമ പറഞ്ഞപ്പോ തന്നെ ഞാൻ നടപടിയെടുക്കേണ്ടതായിരുന്നു. പക്ഷേ ആരാണ് ചുവരിലെഴുതിയതെന്ന് കൃത്യമായി തെളിവൊന്നുമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരാ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലേ? മോളൊരു സംശയം പറഞ്ഞിരുന്നു. പക്ഷെ കൃത്യമായ തെളിവില്ലാതെ അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരിൽ ഒരുത്തന്റെ അച്ഛൻ പഞ്ചായത്ത് മെമ്പറ. രാഷ്ട്രീയ സ്വാധീനമുള്ളവരോട് പ്രശ്നമുണ്ടാക്കാൻ പോകണ്ടെന്ന് കരുതി. അപ്പോ സാർ അവരെ വെറുതെ വിടാൻ പോവാണോ? ഏയ്, അത് ചെയ്ത രണ്ടുപേരെയും സെൻട്രലിൽ നിന്ന് പറഞ്ഞു വിട്ടു. അതെന്താ? സാറിന് അവർക്കെതിരെ വല്ല തെളിവും കിട്ടിയോ? അവര് തന്നെ വന്ന് കുറ്റം സമ്മതിച്ചു. രാത്രി തന്നെ രണ്ടുപേരും എന്റെ വീട്ടിൽ വന്ന് കുറ്റസമ്മതം നടത്തി. കൈയോടെ രണ്ടുപേർക്കും ഡിസ്മിസൽ ലെറ്റർ കൊടുത്തുവിട്ടു.
സെന്ററിൽ മഹിമയ്ക്ക് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അവരെഴുതി വെച്ച ചുവരുകളെല്ലാം അവരെ കൊണ്ട് തന്നെ പെയിന്റ് അടിപ്പിച്ചു. ഇങ്ങനെ ഒരു പ്രവൃത്തി സെന്ററിൽ ഇനി ആര് ചെയ്താലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്. മോൾക്ക് ഒരു ടെൻഷനുമില്ലാതെ സെന്ററിലേക്ക് വരാം. താങ്ക് യു സർ. ഏയ്, നിങ്ങളെന്തിനാ നന്ദി പറയുന്നേ? ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാനാ വന്നത്. ഇങ്ങനൊരു തെറ്റ് എന്റെ സെന്ററിൽ നടന്നിട്ടും നടപടിയെടുക്കാൻ ഞാൻ കുറച്ച് വൈകി. അതിന്റെ പേരിൽ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഐ ആം സോറി. സാരമില്ല സർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്ല, സാർ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വരെ വന്നത്? തെറ്റ് എന്റെ ഭാഗത്തു നിന്നുണ്ടായതുകൊണ്ട് ഞാൻ തന്നെ വരുന്നതല്ലേ അതിന്റെ ശരി. സാറ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഒരിക്കലും മറക്കില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. മഹിമ പരാതി തന്നപ്പോ തന്നെ ഞാൻ പ്രശ്നം പരിഹരിച്ചേനെ. നിങ്ങൾ സഞ്ജയ്ക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ. ഞങ്ങൾ സഞ്ജയ്ക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് സാറിനോട് ആരാ പറഞ്ഞത്? സഞ്ജയ് തന്നെ. ആ കുരുത്തം കെട്ട പിള്ളേർക്കെതിരെ നടപടിയെടുക്കണമെന്നും ചുമരുകൾ പെയിന്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടത് സഞ്ജയ് ആണ്. മഹിമയ്ക്ക് ആ സെന്ററിൽ ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് സഞ്ജയ് പ്രത്യേകം പറഞ്ഞു. അദ്ദേഹം കൂടെയുണ്ടെന്ന ധൈര്യത്തില് ഞാൻ ആ പിള്ളേർക്കെതിരെ നടപടിയെടുത്തത്. എന്നാ വരട്ടെ. ശരി സാർ. യോ, സഞ്ജുമോന്റെ സ്നേഹം കണ്ടോ? ഇവളവനെ ഇവിടുന്ന് ആട്ടി ഇറക്കിയിട്ടും അവൻ ഒരു വൈരാഗ്യവും ഇല്ല. സഞ്ജയ് എന്തിനാ ഇത് ചെയ്തേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാക്കാൻ എന്താ മോളെ ഇത്ര പ്രയാസം? സഞ്ജയ്ക്ക് മോളെ ഇഷ്ടമാ. ഇഷ്ടമുള്ള പെൺകുട്ടിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമല്ലേ? അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല സഞ്ജയ് അങ്ങനെ ചെയ്തത്. അവന് വേറെ എന്തോ ലക്ഷ്യമുണ്ട്. നമ്മളെപ്പോലുള്ള പാവങ്ങളെ സഹായിച്ചിട്ട് സഞ്ജയ്ക്ക് എന്ത് നേടാനാ ചേച്ചി? ആ, അതാ എനിക്കും മനസ്സിലാവാത്ത. നമ്മൾ ഇനിയും അയാളെ വെറുതെ സംശയിക്കണോ? ഹരിത സഞ്ജയ്ക്കെതിരെ കൊടുത്ത പരാതിയിൽ പറഞ്ഞതെല്ലാം നുണയാണെന്ന് സമ്മതിച്ചില്ലേ? എന്നിട്ടും നമ്മളുടെ മനസ്സിൽ അയാളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറിയിട്ടില്ല. സഞ്ജയ് നമ്മളെ വിചാരിച്ചത്ര മോശക്കാരനായിരിക്കില്ല ചേച്ചി. അന്ന് ഇവിടെ വെച്ച് അവരോട് ഏറ്റവും മോശമായിട്ട് പെരുമാറിയത് ഞാനാ. അയാളോടൊരു സോറി പോലും പറഞ്ഞില്ലെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് മനസ്സിലാക്കി സഞ്ജയ് സഹായിച്ചില്ലേ? അത് വലിയ മനസ്സുള്ളോണ്ടല്ലേ. നീ വാ, നമുക്ക് ഇറങ്ങാം. ലേറ്റായ ബസ് മിസ്സാവും. ഇറങ്ങട്ടെ അമ്മ. ശരി മോളെ. അവളങ്ങനെ പറഞ്ഞു. അപ്പൊ എല്ലാം ഞങ്ങള് കണക്ക് കൂട്ടിയ പോലെ നടന്നു അല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? ഈ കല്യാണം നടന്നാൽ അതിന്റെ പകുതി ക്രെഡിറ്റും ശോഭനയ്ക്കുള്ളതല്ലേ? ഉപകാരം ചെയ്തവരെ ഒരിക്കലും മറക്കാത്തവനാണ് ഈ ഗോപാൽജി. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പപ്പോ എന്നെ വിളിച്ചു പറയണേ. ശോഭനെ വിശ്വസിച്ചാ ഞാനിരിക്കുന്നത്. അത് കേട്ടാ മതി. എന്നാ പിന്നെ ശരി, ഓക്കെ. എന്താ കാര്യം? ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഐഡിയ ഇന്നവരെ പാളിയിട്ടുണ്ടോടാ? സംഗതി ഏറ്റു. മഹിമയ്ക്ക് നിന്നെ കുറിച്ചുള്ള ധാരണ മാറി. മഞ്ജു കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടും നീ അവക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നത് നിന്റെ വിശാല മനസ്കതയായിട്ടാണ് അവള് വിശ്വസിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ വീട്ടിലുള്ള ഏറ്റവും വലിയ തടസ്സം മാറി. അതെ. ഇനി മഞ്ജുവിന്റെ അടുത്ത് നീയുമായിട്ടുള്ള വിവാഹകാര്യം സംസാരിക്കുമ്പോ മഹിമ എതിർക്കില്ല എന്ന് മാത്രമല്ല, ചിലപ്പോ സപ്പോർട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. നമ്മൾ ആ വീട്ടുകാരെ മുഴുവൻ കയ്യിലെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ
ഇപ്പോഴും മെയിൻ ആള് നമുക്ക് പിടിതന്നിട്ടില്ല. മഞ്ജുവിനെ സമ്മതിപ്പിക്കാൻ നമ്മൾ ഈ ചെയ്തൊന്നും പോരാ. അതെനിക്കും അറിയാം. അവളെ സമ്മതിപ്പിക്കാൻ ഞാൻ മഹിമയുടെ കാര്യത്തിൽ ചെയ്തതുപോലെ ഏതെങ്കിലും ചെറിയ നാടകം നടത്തിയിട്ടൊന്നും കാര്യമില്ല. മഞ്ജു അങ്ങനെ പെട്ടെന്ന് മനസ്സ് മാറുന്ന കുട്ടിയല്ല. അങ്ങനെ ഉറപ്പിക്കൊന്നും വേണ്ട. അവക്ക് എന്റെ മേലുള്ള ധാരണ മാറിയ സ്ഥിതിക്ക് ഇനി കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായി. ഇനി ഞാൻ വിചാരിച്ച അവളെ വളച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മോനെ, നിനക്ക് നിന്റെ കഴിവിൽ ആവശ്യത്തിനേക്കാൾ കൂടുതൽ വിശ്വാസം ഉണ്ടായിരിക്കും. പക്ഷേ എനിക്കില്ല.